അതുപോലെ തന്നെ 1918 മഹാഗുരു ശ്രീലങ്കയിൽ സിലോണിൽ സന്ദർശിക്കാൻ പോയപ്പോൾ ധാരാളം ജനങ്ങൾ അവിടെ ഗുരുവിനെ സ്വീകരിക്കുവാനും ഗുരുവിൻ്റെ കാര്യങ്ങൾ നോക്കുവാനും എല്ലാം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിലൊരാളാണ് ആകർഷ്ടനായി ഗുരുവിൻ്റെ അടുക്കൽ വന്നു ഖാദർ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവ്. അങ്ങനെ പിന്നീട് ഗുരു 1918 ശേഷം 1926 ചെല്ലുമ്പോൾ അവിടെ ഖാദർ കന്ദസ്വാമിയായി മാറിയിട്ട് ഗുരുവിൻ്റെ അടുക്കൽ വന്ന് ഒരുപാട് നേരം നിന്നു, തന്നെ മനസ്സിലായില്ലേ എന്ന മട്ടിൽ. പക്ഷെ ഗുരു മനസ്സിലായില്ല എന്ന രീതിയിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞ് ഗുരുവിനോട് ആരോട് പറഞ്ഞു, ഖാദർ കന്ദസ്വാമിയായിട്ട് വന്നതാണ്, ഖാദറായിട്ടിരുന്നാൽ മതി, കന്ദസ്വാമി ആകണ്ടെന്ന് ഗുരു അവിടെയും പറഞ്ഞു. ഇവിടെയൊക്കെയാണ് മഹാഗുരുവിൻ്റെ ആ വലിയൊരു ദർശനം നാം മനസ്സിലാക്കേണ്ടത്. ആ മഹാഗുരു എല്ലാവരെയും ഒന്നായി കാണുവാൻ വേണ്ടി ഒരൊറ്റ മതമായിട്ട് കാണുവാൻ, മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്, അതായത് തത്വജ്ഞാനികളുടെ അഭിപ്രായം അത്രേ മതം. അതാണ് മഹാഗുരുവിൻ്റെ ആ വലിയൊരു ദീർഘവീക്ഷണം. അതിനുവേണ്ടിയാണ് മഹാഗുരു എല്ലാവരും മതം മാറുകയും ആ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുകയും ചെയ്തതുകൊണ്ടാണ് മഹാഗുരു 1924 സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാവരും, അതായത് എല്ലാ മതത്തിലും അടങ്ങിയിരിക്കുന്ന എന്താണ്? പലമത സാരവും ഏകം എന്നാ പറഞ്ഞത്. എല്ലാ മതത്തിലും അടങ്ങിയിരിക്കുന്നത് ഒരേ ഒരു ദർശനമാണ്. എന്താണ്? മോക്ഷം പ്രാപിക്കുക, എല്ലാവർക്കും സുഖം വേണം, ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ സർവമത സമ്മേളനത്തിലും ഗുരു ആ വാദിക്കൽ എഴുതി വെച്ചിരുന്നത് എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അന്ന് വാദത്തിന്റെയും ജയത്തിന്റെയും പേരിൽ എല്ലാവരും വിജയം നേടുമ്പോൾ തങ്ങളുടെ മതമാണ് വലുതെന്ന് വിജയം നേടുമ്പോൾ ഗുരു പറഞ്ഞു, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. അപ്പം അറിവാണ് ഈശ്വരൻ എന്ന വലിയൊരു തത്വം പറഞ്ഞു തന്ന ഗുരുവിൻ്റെ ആ ദർശനം നാം മനസ്സിലാക്കേണ്ടത്. ഗുരുവിൻ്റെ ഓരോ ക്ഷേത്ര പ്രതിഷ്ഠകളും നാം എടുത്തു വെച്ച് നോക്കൂ. നമുക്കറിയാം 1888 അരിയുപ്പുറത്ത് ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശില മറ്റൊരു ശിലയിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് മഹാഗുരു നമ്മൾക്കൊരു മഹത്തായ വിപ്ലവ പ്രതിഷ്ഠ തന്നെ നടത്തി തന്നു. ബ്രാഹ്മണ്യത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും സങ്കുചിതത്തിനുള്ളിൽ സമൂഹത്തെ ഒതുക്കി നിർത്താൻ ആരാധനാലയവും അവിടുത്തെ ആത്മീയതയും ഉപയോഗിച്ച് മലിനമാക്കപ്പെട്ട വ്യവസ്ഥയെ അതേ ആത്മീയതയും ആരാധനാലയം ഉപയോഗിച്ച് വിശ്വമാനവികതയുടെ വേദിയാക്കി മാറ്റുകയായിരുന്നു മഹാഗുരു. മന്ത്രങ്ങൾ അധസ്ഥിന്റെ നാവിൽ വഴങ്ങുമെന്നും അതിശയിപ്പിക്കുവാൻ കഴിയുമെന്നും മഹാഗുരു കാണിച്ചു കൊടുത്തു. വ്രണപ്പെട്ട അഭിമാനം ഉയർത്തി കാണിക്കുവാൻ വേണ്ടി ഗുരു ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി തന്നു. പക്ഷേ ഓരോ ക്ഷേത്ര പ്രതിഷ്ഠയും ഗുരു നടത്തി തരുമ്പോൾ ഓരോ സങ്കല്പം ഉണ്ടായിരുന്നു. വെറുതെ കുളിച്ചു വന്ന് തൊഴുതിട്ട് പോകുന്ന ഒരു ഇടമല്ല ക്ഷേത്രം എന്ന് നമ്മളെ കാണിച്ചു തരികയായിരുന്നു. അവിടെയൊക്കെ ഗുരുവിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അരുവിപ്പുറത്ത് ക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് ശിവശതകം എന്ന ഒരു കൃതി നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ആ കൃതിയിൽ 100-ാം പദ്യത്തിൽ നമ്മളോട് എന്താണ് പറയുന്നത്? കുളിർമതി കൊണ്ട് കുളിർത്തു ലോകമെല്ലാം ഒളിത്തിരിളന്നൊരു വെണ്ണിലാവു പൊങ്ങി തെളുതെളെ വീശി വിളങ്ങി ദേവലോകക്കുളം ഇതിൽ ആമ്പൽ വിരിഞ്ഞിടേണമേ. എന്താ പറഞ്ഞേ? എല്ലാവരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരു ദേശത്തെ, അതായത് കേരളമെന്നോ ഭാരതമെന്നോ ഒന്നും ഗുരുവിന്റെ കൃതികളിൽ ഇല്ല, അല്ലേ? ഗുരുവിന്റെ ഓരോ കൃതികളും എടുത്തു നോക്കി അവിടെ എല്ലാം ലോകം ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും, പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും. അവിടെ ഉലകരെ എല്ലാവരെയും ഒന്നിച്ചു കാണുവാനാ പറഞ്ഞേ. പലമത സാരവും ഏകമെന്നു പാരാതെ ഉലകിലൊരാനയിൽ അന്തരെന്ന പോലെ അവിടെയും ഉലകരെന്നാ പറഞ്ഞേ, അല്ലേ? അങ്ങനെ എല്ലാവരെയും ഒന്നിച്ചു കാണുക. ഒരു ദേശമെന്നോ ഒരു പ്രദേശമെന്നോ ഒന്നും കാണാതെ എല്ലാവരെയും കുളിർമതി കൊണ്ട് കുളിർത്ത് ലോകം, അതായത് നല്ല ബുദ്ധി കൊണ്ട് ഈ ലോകത്തെ ഒന്നായി കാണുവാൻ വേണ്ടി, ആ ലോകം ഒന്നായി തീർന്ന് പ്രഫുല്ലമായി തീരുവാൻ വേണ്ടി ഏകത്വ ദർശനം കൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ആ നവസംസ്കാരം കൊണ്ട് പ്രഫുല്ലമായി തീർന്നെങ്കിൽ എന്ന് ഗുരു ആഗ്രഹിക്കുകയാണ്. വിജ്ഞാനം കൊണ്ട് വളർന്ന് നമ്മളെല്ലാവരും സ്വർഗ സമാനമായി തീരട്ടെ എന്ന് മഹാഗുരു ആ കൃതികളിലൂടെ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വേണ്ടി. ഇതെല്ലാം പ്രതിഭാധനന്മാരെല്ലാം ഏറ്റുപാടുന്നുണ്ട്. മഹാകവി കുമാരനാശാൻ പാടി, സത്യം ശ്വസിച്ചും സമത്വം കണ്ടും സ്നേഹസത്ത് നുകർന്നും കൃതാർത്ഥരാവുവിൻ, സധർമ്മത്തൂടെ നടക്കട്ടെ മാനവരിദ്ര സ്വർഗമായി തീരട്ടെ. മഹാകവി കുമാരനാശാൻ തൻ്റെ കല ഇന്ന് മഹാകവി കുമാരനാശാൻ നമ്മളുടെ എല്ലാം മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ മഹാഗുരുവിനോടൊപ്പം ചേർത്ത് നിൽക്കുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി, മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കുമാരനാശാൻ തൻ്റെ കൃതികളിലൂടെയെല്ലാം മഹാഗുരുവിന്റെ ആ വലിയൊരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ചേർത്ത് നിർത്തി തൻ്റെ കൃതികളിൽ ഓരോന്നിലും ഗുരു എന്താണ് ഉദ്ദേശിച്ചത്,
ഗുരുവിൻ്റെ കൃതികളിലൂടെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കൃതികളിലൂടെയും അതുപോലെ ഗുരുവിൻ്റെ സന്യസ്തരും ഗൃഹസ്ഥരുമായ ശിഷ്യന്മാരിലൂടെ ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ ഇവയിൽ ഓരോന്നും നമ്മൾ കടന്നു പോകുമ്പോൾ ആ മഹാഗുരുവിൻ്റെ വലിയൊരു ദർശനമാണ് കാണുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് പഠിക്കണമെങ്കിൽ മഹാഗുരുവിനെ മഹാസൗധമായി സങ്കല്പിച്ചുകൊണ്ട് ആ മഹാസൗധത്തിലേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും കയറി ചെല്ലുവാനുള്ള വാതായനങ്ങളാണ്, ജനാലകളാണ് ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ. ഗുരുവിൻ്റെ കണ്ടു വണങ്ങിയിട്ട് പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ, ഗുരുവിൻ്റെ സന്യസ്തരും ഗൃഹസ്ഥരുമായ ശിഷ്യന്മാർ, ഇവരുടെ മൊഴികളിലൂടെയും രേഖപ്പെടുത്തുകളിലൂടെയും മാത്രമേ ഗുരുവിനെ നമ്മൾക്ക് നേരാവണ്ണം ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. മഹാകവി കുമാരനാശാൻ ദുരവസ്ഥ എന്ന കൃതിയിൽ സാവിത്രി അന്തർജനത്തെ ചാത്തൻ പുലയന്റെ കുടിലിൽ കൊണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ജാതിയെ ഇല്ലായ്മ ചെയ്യുവാൻ. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് മഹാഗുരു നമുക്ക് ജാതി നിർണയം എന്ന കവിതയിൽ എഴുതി തന്നിട്ടുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാമെത നാ ബ്രാഹ്മണാതിരസൈവം ഹാ തത്വം വേത്തി കോപിനഹ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആകാരവും ഭേദവും ഇല്ലതിൽ. അല്ലെ, മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് പറഞ്ഞ മഹാഗുരുവിന്റെ ആ വലിയൊരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ദുരവസ്ഥയിലൂടെ മഹാഗുരു സാവിത്രി അന്തർജനം തൻ്റെ വീടും വീട്ടുകാരും ഉപേക്ഷിച്ച് അവർ മലബാർ ലഹളയിൽ അവരെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഓടി അഭയം ചോദിച്ചെത്തുന്നത് എവിടെയാണ്? ആ ചാളക്കുടിലിൽ, ചാത്തൻ എന്ന പുലയുവാവിന്റെ കുടിലിൽ. അവിടെ ചാത്തൻ എന്ന പുലയുവാവ് ജാതിയും മതവും ഒന്നും നോക്കാതെ സാവിത്രി അന്തർജനത്തെ സംരക്ഷിച്ചു. ഉയർന്ന ജാതി ശ്രേണിയിലുള്ള ഒരു സ്ത്രീയെ ഇവിടെ ചാത്തൻ പുലയൻ സംരക്ഷിച്ചപ്പോൾ അവിടെ കുമാരനാശാൻ എന്താണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്? ആ കൃതിയിലൂടെ മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്, അവിടെ മനുഷ്യ സമത്വമാണ് വേണ്ടതെന്ന് നമ്മളെ കാണിച്ചു തരികയായിരുന്നു. അതുപോലെ തന്നെ ദുരവസ്ഥയിൽ ഓരോ വരികളും നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കേ. മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി നമ്പൂരാർ വാണരുളുന്ന നാട്ടിൽ എത്രയോ പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും ക്രൂരയാം ജാതിയാൽ ന്യൂനമനസ്സിപ്പോയി ഭാരതമാതാവേ നിൻവയറ്റിൽ. നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്ന ഒരുപാട് തുഞ്ചന്മാരും കുഞ്ചന്മാരും ഒരുപാട് പെരുമാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? വേദം പഠിച്ചതിന് നാവും തലയും മറക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പുളികുടി കല്യാണം കേട്ടിട്ടുണ്ട്. മഹാഗുരു നിർത്തലാക്കിയ പുളികുടി കല്യാണം. അപ്പോൾ ഗുരുവിനെയും ഗുരുവിന്റെ ശിഷ്യന്മാരെയും ഒക്കെ നമ്മൾ പഠിക്കണം. ഇവരൊക്കെ അതിനുവേണ്ടി ശക്തമായ ഒരു പോരാട്ടം തന്നെ നടത്തിയിട്ടുണ്ട്. ഈ പുളികുടി കല്യാണം ഒക്കെ നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾക്ക് ഏറെ ചരിത്ര പ്രാധാന്യം മഹാത്മ്യം ഒക്കെയുള്ള ഒരു ക്ഷേത്രമാണ്. ഞങ്ങൾ അതിൻ്റെ ഒരു വിഷ്വൽ പ്രസന്റേഷൻ, അതായത് ഈ ക്ഷേത്രത്തെയും ചരിത്രത്തെയും കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ഞാൻ ഇവിടെ വന്ന് 2 മിനിറ്റ് അല്ലെ 1 മണിക്കൂർ പറഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങളിത് പറയുമ്പോൾ ഓർക്കും ഇതെല്ലാം എനിക്ക് മനസ്സിലായെന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മറന്നു പോകും. പക്ഷേ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിലോട്ടൊന്ന് ഒരു ഇച്ചിരിയെങ്കിലും എത്തിക്കണമെന്ന ഒരു ചെറിയൊരു ആഗ്രഹം, അങ്ങനെ മനസ്സിൽ തോന്നിയ ഒരു ആശയത്തിൽ ഞങ്ങൾ ശ്രീ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും പ്രാധാന്യവും ഒരു വിഷ്വൽ പ്രസന്റേഷനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 3-4 വേദികൾ ഇപ്പം കഴിഞ്ഞു. അതായത് ഒരു ക്ഷേത്ര സങ്കല്പം എന്ന് പറഞ്ഞാൽ മഹാഗുരു എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്നും ആ ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതായത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണുകളാണ് മഹാഗുരുവിൻ്റെ പ്രജ്ഞ കൊണ്ടും സാധന കൊണ്ടും ഗുരുവിൻ്റെ ആ പുണ്യപാദമണിഞ്ഞ ഓരോ ഭൂമിയും. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊക്കെ ഇന്ന് സമൂഹത്തിൻ്റെ നമ്മളെ ഓരോരുത്തരുടെയും മനസ്സുകളിലേക്ക് കൂടെ ഒന്ന് ഏറ്റി ഗുരുദർശനം എത്രത്തോളം അത് നമുക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ട് വരുവാൻ എന്ന ഒരു ചെറിയൊരു ശ്രമമാണ്.